നിരന്തരമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് ചരിത്രം മാറിയിരിക്കുകയാണ്. നിരന്തരമായിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും. ഒരു രാജ്യം ഇപ്പോൾ സുഗന്ധിയിൽ പറയുന്നുണ്ട് ആർക്കിയോളജി എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കി ജാഫ്നയും മറ്റുള്ള പ്രദേശങ്ങളും ഒക്കെ സിംഹള ജനത താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനെ പറ്റി സുഗന്ധിയിൽ പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ശ്രീലങ്കയെപ്പറ്റി പറയുന്നത്. ശ്രീലങ്കയെപ്പറ്റി മാത്രമല്ല, മറ്റ് പല സ്ഥലത്തും ഇത്തരം എക്സ്കവേഷൻസ് നടത്തുന്നതും പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുന്നതും ഒരു ലജ്ജയുമില്ലാതെ മാനിപ്പുലേഷൻസിൻ്റെ കൂട്ടാളികളായിട്ട് നിൽക്കുന്ന ആളുകളെയും ഒക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനത്തെ കാലത്ത് സമൂഹത്തിനോട് ചില യാഥാർത്ഥ്യങ്ങൾ പറയാനുള്ള ഒരു ഉത്തരവാദിത്വം എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്ര എളുപ്പമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം ഇപ്പോൾ നേരത്തെ പ്രിയ സൂചിപ്പിച്ചൊരു കാര്യമാണ്. പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കുന്ന പലതരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകങ്ങളെ സംവാദങ്ങൾക്കുള്ള ഭൂമികയായിട്ട് കാണുന്നു. എൻ്റേതായിട്ട് തീർപ്പുകൾ അല്ല, എൻ്റെ മാത്രം ശരികളുമല്ല. പക്ഷേ അത്തരം സംവാദങ്ങൾക്ക് എപ്പോഴും കാലത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു നിർമ്മിതി നിങ്ങൾക്ക് തകർക്കാം. ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ച് തകർത്ത് ചരിത്രത്തെ മാറ്റി തീർക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു പുസ്തകത്തിനെ നിങ്ങൾക്ക് കത്തിച്ച് കളഞ്ഞാൽ കൂടെ ഇത് വായിച്ചു കഴിഞ്ഞവൻ്റെയൊക്കെ മനസ്സിൽ ഇത് മായ്ച്ച് കളയുക എളുപ്പമല്ല എന്ന്. അതുകൊണ്ടുള്ള ചെറിയ തോതിലുള്ള ഇടപെടലുകൾ ഞങ്ങളെപ്പോലെ ഉള്ള എഴുത്തുകാരെ കൊണ്ട് അത്രേ സാധിക്കുള്ളൂ. എഴുത്തുകാരന് സാധിക്കുന്നത് കഥ പറയുകയാണ്. ആ കഥ പറയുന്നത് വെറും കഥ പറയുകയല്ല, കാലത്തിനോട് സർഗാത്മകമായി കലഹിച്ചുകൊണ്ട് അതിനെ പുനർനവീകരിക്കാനുള്ള എളിയ ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങൾ തോറ്റുപോവാം, വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ ആ ശ്രമങ്ങൾക്ക് എപ്പോഴും ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയാത്തത്ര ഒരു ഇടം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെ പല രീതിയിൽ പല വഴിയിൽ കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കും.